പ്രിയപ്പെട്ടവരെ, ഒരു വളരെ പ്രധാനപ്പെട്ട ബ്രേക്കിംഗ് വാർത്തയുമായി നമുക്കൊപ്പം റോഷിപാൽ നിൽക്കുന്നുണ്ട്. രാവിലെ പരീക്ഷയെ സംബന്ധിച്ച ബ്രേക്കിങ്ങുകളല്ല, മറ്റെന്തോ ബ്രേക്കിംഗ് ആണ്. റോഷി, വെരി ഗുഡ് മോർണിംഗ്. കോൺഗ്രസിനെ സംബന്ധിച്ച ഒരു ബ്രേക്കിംഗ് വാർത്തയാണെന്ന് മനസ്സിലാക്കുന്നു. ഐക്യകാഹളമൊക്കെ വന്നതിന് ശേഷം വളരെ അച്ചടക്കത്തോടു കൂടിയാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ പെരുമാറുന്നതെന്ന് മാത്രമല്ല, ശശി തരൂരാണെങ്കിൽ ഒന്ന് മയത്തിലൊക്കെ നേരത്തെ പറഞ്ഞതിലൊക്കെ ഒന്ന് കരണമൊക്കെ പറഞ്ഞിട്ടുണ്ട്. സർക്കാരിനെ പുകഴ്ത്തിയുള്ള ആദ്യത്തെ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് ഒരടി പിന്നോട്ടൊക്കെ വെച്ച് കാര്യങ്ങളൊന്ന് മയപ്പെടുത്തിയിട്ടുണ്ട് ശശി തരൂരും. എല്ലാ നേതാക്കളും ഇന്ന് അച്ചടക്കത്തോടുകൂടി ഒറ്റ അഭിപ്രായം മാത്രമേ പറയുന്നുള്ളൂ. പലരും ബൈറ്റുകൾ തന്നെ തരാൻ തയ്യാറാവുന്നില്ല. എന്താണ് കോൺഗ്രസുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ബ്രേക്കിംഗ്? ഡോക്ടർ അരുൺകുമാർ, ഇങ്ങനെ ഒരു സാഹചര്യം കോൺഗ്രസിൽ ഒരുങ്ങുന്നതിന് പ്രധാന ഘടകമായത് കഴിഞ്ഞ ദിവസം ദില്ലിയിൽ ചേർന്ന യോഗമാണ്. ആ നേതൃയോഗത്തിൽ നിലവിലെ സംസ്ഥാനത്തിന്റെ സാഹചര്യം അത് ദീപദാസ് മുൻഷി കൃത്യമായി അവിടെ വിശദീകരിച്ചു. രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയും വടിയെടുത്തതോടെ സംസ്ഥാനത്തെ മുഴുവൻ നേതാക്കളും അച്ചടക്കം പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയുണ്ടായാൽ അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും ഒരു പരാജയത്തിന് വഴിയൊരുക്കുമെന്ന വിലയിരുത്തലിലേക്ക് കോൺഗ്രസ് നേതൃത്വമെത്തി. അതുകൊണ്ട് എങ്ങനെയെങ്കിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും പിന്നീടുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിലും പാർട്ടിക്ക് മുന്നേറ്റമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ ശക്തമായി മുന്നോട്ട് പോകാനുള്ള തീരുമാനമാണ്. അതിൻ്റെ ഭാഗമായി ചില തന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ്. അതിൻ്റെ ഭാഗമായി സംസ്ഥാനത്ത് കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളെ ഉൾപ്പെടുത്തി ഒരു ഉന്നതാധികാര സമിതിക്ക് ഉടൻ രൂപം നൽകും. ഏതാണ്ട് 10 അംഗ സമിതിയായിരിക്കും അത്. KPCCയുടെ മുൻ അധ്യക്ഷന്മാർ, അത് MMS, ഒപ്പം K മുരളീധരൻ, VM സുധീരൻ, മുല്ലപ്പള്ളി രാമചന്ദ്രൻ അടക്കമുള്ള രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള ഈ മുൻ KPCC അധ്യക്ഷന്മാർ ഉൾപ്പെടുന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശനും ഒപ്പം നിലവിലെ KPCC അധ്യക്ഷൻ K സുധാകരൻ അടക്കമുള്ള നേതാക്കളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കമ്മിറ്റിയായിരിക്കും. ആ ഉന്നതാധികാര സമിതിക്ക് തെരഞ്ഞെടുപ്പിൻ്റെ ചുമതല, ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ തീരുമാനങ്ങൾ സംസ്ഥാനത്തെടുക്കാനുള്ള പ്രധാന ചുമതല ഹൈക്കമാൻഡ് ഈ കമ്മിറ്റിക്ക് നൽകും എന്നാണ് അറിയാൻ കഴിയുന്നത്. ഏറ്റവും അടുത്ത ദിവസം തന്നെ കമ്മിറ്റി രൂപീകരണത്തിലേക്ക് ഹൈക്കമാൻഡ് കടക്കും. അതിന് പുറമെ സംസ്ഥാന കോൺഗ്രസിൽ ഐക്യം ഉറപ്പുവരുത്താനുള്ള ചുമതല ഹൈക്കമാൻഡ് KPCC അധ്യക്ഷന് നൽകി കഴിഞ്ഞു. അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തമാണ്. അതിൻ്റെ ഒരു തുടക്കമെന്ന നിലയിലാണ് ഏറെക്കാലമായി നേതൃത്വവുമായി ഉടക്കി നിൽക്കുന്ന മുൻ KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ വീട്ടിലേക്ക് ഇന്നലെ വൈകിട്ടോടെ KPCC അധ്യക്ഷൻ K സുധാകരൻ എത്താൻ കാരണം, ഇനി അടുത്ത ദിവസം തന്നെ മുൻ അധ്യക്ഷനായ VM സുധീരനെയും നേരിട്ട് കാണും. ദില്ലിയിലെ യോഗത്തിൽ പങ്കെടുക്കാതെ മാറി നിന്ന മുൻ അധ്യക്ഷനായ K മുരളീധരനെയും K സുധാകരൻ തിരുവനന്തപുരത്തെത്തി കാണും. അങ്ങനെ എല്ലാ നേതാക്കളുമായി അടുപ്പം പുലർത്തി കൃത്യമായി ആശയവിനിമയം ഉറപ്പുവരുത്തും. പാർട്ടിക്കകത്ത് ആശയവിനിമയം ഇല്ല എന്ന പരാതി നിരന്തരം ഉയരുന്നുണ്ട്. ആ പരാതി ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഹൈക്കമാൻഡ് കർശനമായ നിർദ്ദേശം KPCC അധ്യക്ഷൻ K സുധാകരന് നൽകിയത്. കൃത്യമായ കമ്മ്യൂണിക്കേഷൻ നടക്കണം. കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഇനി ഉണ്ടാകാൻ പാടില്ല. 2 നേതാക്കൾ ഇന്നലെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ K സുധാകരൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടായി, അത് അവർ വലിയ വീഴ്ചയായി തുറന്ന് സമ്മതിക്കുകയും ചെയ്തു. അതുകൊണ്ട് ഇനി അങ്ങോട്ട് നേതാക്കൾക്കിടയിൽ ആശയവിനിമയത്തിൻ്റെ ഒരു വിടവ് ഉണ്ടാകാൻ പാടില്ലെന്ന നിർദ്ദേശം വന്നു. ആ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നേതാക്കളുമായി ആലോചന നടത്തുന്നത്. ഇനി എന്ത് തീരുമാനമെടുക്കുമ്പോഴും എല്ലാ നേതാക്കളുമായി ആലോചന നടത്തും. ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ഉന്നതാധികാര സമിതി വിളിച്ചു ചേർത്ത് വിശദമായി ചർച്ചയും അങ്ങനെയുള്ള ഒരു തയ്യാറെടുപ്പിലേക്ക് കോൺഗ്രസ് നേതൃത്വം സംസ്ഥാനത്ത് നീങ്ങുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൻ്റെയൊക്കെ വഴിയൊരുങ്ങിയത് ദില്ലിയിൽ ചേർന്ന യോഗമാണ്. മാത്രവുമല്ല, ശശി തരൂർ തന്നെ നിലപാട് മയപ്പെടുത്താൻ ഒരു പ്രധാനപ്പെട്ട കാരണവും ഈ ദില്ലിയിലെ യോഗമാണ്. ഹൈക്കമാൻഡ് കർശനമായി നിർദ്ദേശം നൽകി കഴിഞ്ഞു. ഇനി പാർട്ടി വിരുദ്ധ നിലപാട് പരസ്യമായി സ്വീകരിക്കാൻ പാടില്ല. അനാവശ്യമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ പാർട്ടിക്കകത്തെ അഭിപ്രായ ഭിന്നതകൾ തുറന്നു പറയാൻ പാടില്ല എന്ന നിർദ്ദേശമാണ് ഹൈക്കമാൻഡ് നൽകിയത്. അത് കൃത്യമായി നിരീക്ഷിക്കാനുള്ള തീരുമാനവും എടുത്തു. അത് രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയും കർശനമായി നേതാക്കളുടെ യോഗത്തിൽ പറഞ്ഞതിന് പിന്നാലെയാണ് നേതാക്കൾ ഒന്നൊന്നായി ഭിന്നതയൊക്കെ മറന്ന് ഒരുമിച്ച് കൈകോർത്ത് മുന്നോട്ട് പോകാനുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത്. അരുൺകുമാർ. ഓക്കെ, താങ്ക് യു റോഷിപാൽ. വളരെ പ്രധാനപ്പെട്ട വിവരം. എന്തായാലും ഒരു ഉന്നതതല സമിതി വരാൻ പോകുന്നു എന്നുള്ളതാണ്. മുതിർന്ന നേതാക്കളെല്ലാവരും ഒരുമിച്ച് നിന്ന് കൈകോർത്ത് ചേർത്ത് പിടിച്ചുകൊണ്ട്, തോളോട് തോൾ ചേർത്ത് നിന്നുകൊണ്ട് വരിക സഹചര്യ എന്നുള്ള ഒരു പാട്ടൊക്കെ ഉള്ളിൽ പാടിക്കൊണ്ടായിരിക്കും വരാൻ പോകുന്നത്. എന്തായാലും പാർട്ടി ക്ലാസ് ഏറ്റു എന്നുള്ളത് വളരെ കൃത്യമാണ്. മുതിർന്ന നേതാക്കൾ അഭിപ്രായ വ്യത്യാസങ്ങൾ, വ്യക്തി അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം മാറ്റിവെച്ച് ഒറ്റക്കെട്ടായിട്ട് രംഗത്തേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അടുത്ത കാലത്ത് നടന്ന ഹൈക്കമാൻഡുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ ഏറ്റവും ഫലവത്തായ കൂടിക്കാഴ്ച എന്നാണ് ഇതുവരെയുള്ള സംഭവ വികാസങ്ങൾ തെളിയിക്കുന്നത്. ശശി തരൂർ തിരുത്തി മുല്ലപ്പള്ളിയുടെ വീട്ടിൽ K സുധാകരൻ പോയി. മുതിർന്ന നേതാക്കൾ ഒരുമിച്ചിരുന്ന് സംസാരിച്ചു. രമേശ് ചെന്നിത്തലയും VD സതീശനും ഒരുമിച്ച് കൈകോർത്ത് പിടിച്ചുകൊണ്ട് പോകാൻ തീരുമാനിച്ചു. അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. എത്ര കാലം ഇത് മുന്നോട്ട് പോകും? തദ്ദേശ തെരഞ്ഞെടുപ്പും കഴിഞ്ഞ്
നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെയെങ്കിലും ഈ ഐക്യം ഉറപ്പിച്ചു നിർത്തുക എന്നതാണ് ഹൈക്കമാൻഡിന് മേലുള്ള വെല്ലുവിളി. അത് കെ സി വേണുഗോപാലും ദേവദാസ് മുൻഷിയും പറഞ്ഞു. നിയന്ത്രണവും നിരീക്ഷണവും ഒക്കെ ഉണ്ടാവും കേട്ടോ ഹൈക്കമാൻഡിൻ്റെതെന്ന്. അപ്പോൾ എന്തായാലും ആ പാർട്ടി ക്ലാസ് ഏറ്റിരിക്കുന്നു എന്നുള്ളതാണ്. ഒരുതരം ശാസ്ത്രം തന്നെയായിരുന്നു. അത് യഥാർത്ഥത്തിൽ ശിരസാ വഹിച്ചാണ് നമ്മുടെ മുതിർന്ന നേതാക്കൾ തിരിച്ച് കേരളത്തിലേക്ക് മടങ്ങിയത്. അതിന്റെ ആദ്യ പ്രതിഫലനം നമ്മൾ ശശി തരൂരിൽ കണ്ടു അല്ലേ. അപ്പോൾ നല്ല കാര്യമാണ്. പ്രതിപക്ഷം ശക്തിപ്പെടുന്നത് എപ്പോഴും ജനാധിപത്യത്തെ കൂടുതൽ ഊർജ്ജസ്വലമാക്കി മാറ്റും.